ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം ഏറെ. ഈ പാരിലും പരത്തിലും നീ സ്തുല്യനൻ പ്രിയൻ. എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള പ്രഭാത വന്ദനം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, ആർനാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാവുന്നു. നാം രാത്രിക്കും ഇരുളുള്ളവരും അല്ല. ഇവിടെ യഹോവയുടെ നാളിനെ കുറിച്ച്, കർത്താവിന്റെ നാളിനെ കുറിച്ച്, ദൈവം ലോകത്തിന്റെ മേൽ അയക്കാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയുടെ നാളിനെ കുറിച്ച് പറയുമ്പോൾ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ആ നാളിന്റെ കാര്യം എന്താണ് എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ സഹോദരന്മാരെ, ദൈവമക്കളോട് പറയുകയാണ് ഈ നാളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒന്നാമത്, ആ നാളിന്റെ പ്രത്യേകത കള്ളൻ എന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കാത്ത സമയത്ത് ആ നാൾ വരും. എപ്പോഴാണ് ആ നാൾ വരുന്നെന്ന് ആർക്കും അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ആ നാള് പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും എന്നുള്ളതാണ്. ഒരുങ്ങിയിരിക്കാത്തവർക്ക് ആ നാള് ഒരു വലിയ നഷ്ടമാണ് എന്ന് പൗലോസ് പറയുന്നു. അടുത്തതായി പൗലോസ് പറയുന്നത്, ഇരുട്ടുള്ളവർക്കാണ് ആ നാൾ വരുന്നത്, വെളിച്ചത്തിലുള്ളവർക്കല്ല. ആരാണ് ഇരുട്ടുള്ളവർ? ഇരുട്ട് എന്തിനെ കാണിക്കുന്നു? ഇരുട്ട് നിഗൂഢതയെ കാണിക്കുകയാണ്, മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്, ഒന്നും വെളിപ്പെടാത്ത അവസ്ഥയാണ്, അശുദ്ധിയാണ് കാണിക്കുന്നത്, ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ. ഇത് പാപത്തെ കാണിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്നവരുടെ മേൽ, അഥവാ കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചത്തെ അംഗീകരിക്കാതെ അവർ ഈ വെളിച്ചത്തെ അധികമായി ഇരുട്ടിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ന്യായവിധി വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, മനുഷ്യൻ തന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കാൻ അവർ വെളിച്ചമായ കർത്താവിനെ സ്വീകരിക്കാതെ ഇരുട്ടി തുടരുന്നുകൊണ്ട് അവർക്ക് ന്യായവിധി വരുന്നു. മാത്രമല്ല, ഇരുട്ട് ന്യായവിധിയായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ, യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാതെ പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവർ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ ജീവിക്കുന്നവർ, മനുഷ്യൻ ഒരുക്കിയിരിക്കുന്ന പ്രമാണങ്ങളും മനുഷ്യൻ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ ലോകത്തെ സ്നേഹിച്ച് പാപത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുന്ന, ദൈവത്തിന്റെ വഴിയിൽ വരാൻ താല്പര്യമില്ലാതെ ഭൗതിക സുഖങ്ങളെയും ജടീയ താല്പര്യങ്ങളെയും അനുസരിച്ച് പോകുന്നവർക്ക് ന്യായവിധി വരും. അവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയപ്പെടും. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഇരുട്ട് ന്യായവിധിയാണ് കാണിക്കുന്നത്, അവിടെ വെളിച്ചമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ന്യായവിധിയിലേക്ക് തള്ളപ്പെടുന്നതാണ് ദൈവത്തിന്റെ ക്രോധ ദിവസം. എന്നാൽ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇരുട്ടുള്ളവരല്ല. ഇരുട്ടിലായിരുന്നു ഒരിക്കൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിന് പ്രസാദകരമായി നിന്നൊന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കണം. സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം.
അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വെളിച്ചം എപ്പോഴും അക്രമത്തെ അനീതിയെയും കാണിക്കുകയാണ്. അമേരിക്കയിലെ ഫിലാദൽഫിയ എന്ന് പറയുന്ന ആ നഗരം, അതിനെ ഒരിക്കൽ വിളിച്ചിരുന്നത് സിറ്റി ഓഫ് ഡാർക്ക്നെസ് എന്നാണ്, ഇരുട്ടിന്റെ നഗരം എന്നാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായ അക്രമവും കൊള്ളയും മറ്റ് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹം ഈ ഇരുട്ടിൽ നശിക്കുന്ന ഈ പട്ടണത്തെ ഓർത്ത് ദുഃഖിച്ചു. എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒരു മനോഹരമായ റാന്തൽ വെട്ടം, അന്നവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, അദ്ദേഹം മനോഹരമായിരിക്കുന്ന ഒരു റാന്തൽ വിളക്ക് തൂക്കി. ചുറ്റുപാടുമുള്ളവർ ആ വെളിച്ചം കണ്ടു. പിറ്റേ ദിവസവും അദ്ദേഹം മനോഹരമായിട്ട് ആ പുകയെല്ലാം മാറ്റി ആ വെളിച്ചം അവിടെ പ്രകാശിപ്പിച്ചു. അത് കണ്ട മറ്റുള്ള ഓരോരുത്തരും അവരവരുടെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഒരു റാന്തൽ വിളക്ക് തൂക്കാൻ തുടങ്ങി. ചില നാളുകൾ കൊണ്ട് ആ നഗരം മുഴുവൻ റാന്തൽ വിളക്ക് കൊണ്ട് പ്രഭാപൂരിതമായി, പ്രകാശപൂരിതമായി. അങ്ങനെ സിറ്റി ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ നഗരം എന്ന പേരുള്ളതായ ആ ഫിലാദൽഫിയ സിറ്റി ഓഫ് ലൈറ്റായി മാറി, വെളിച്ചത്തിന്റെ നഗരമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ അന്ധകാരം, ഈ ലോകത്തിന്റെ ദൈവം പിശാച് മനുഷ്യരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുകയാണ്. എന്നാൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ മനുഷ്യന് കഴിയും. മനുഷ്യന്റെ ആത്മീയ അന്ധകാരം നീക്കി അവനെ ആത്മീയ വെളിച്ചമുള്ളവരാക്കി തീർക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 8:12 കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിലാകാതെ ജീവന്റെ വെളിച്ചമുള്ളവരായിട്ട് തീരും. വെളിച്ചത്തിൽ മറച്ചു വെക്കാനായിട്ട് ഒന്നുമില്ല, മറഞ്ഞിരിക്കുന്നതായിട്ട് നിഗൂഢമായിട്ടൊന്നുമില്ല. വിശുദ്ധിയാണ് വെളിച്ചം കാണിക്കുന്നത്. ജീവന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ ആ വെളിച്ചം ഒരിക്കലും കെട്ടുപോകുന്നില്ല. നമുക്കറിയാം, സൂര്യന്റെ വെളിച്ചം അത് അവസാനിക്കുന്നതാണ്, മറ്റെല്ലാ വെളിച്ചവും കെട്ടുപോകുന്നതാണ്. ക്രിസ്തു നൽകുന്ന വെളിച്ചം അത് നിലനിൽക്കുന്ന വെളിച്ചമാണ്, ജീവന്റെ വെളിച്ചമാണ്. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വെളിച്ചമുള്ളവർക്ക് ഒരിക്കലും ഇരുട്ടിലേക്ക് പോകേണ്ടി വരത്തില്ല. ന്യായവിധിയിൽ പെടാതെ ജീവനിലേക്ക് കടന്നു വരികയാണ്. എപ്പോഴും വെളിച്ചമുള്ളതായ ഒരു അവസ്ഥ. ആ വെളിച്ചം മായുന്നില്ല. ആ വെളിച്ചം നിത്യമായ സ്വർഗത്തിലേക്ക്, വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമാണ്, പ്രാപ്തിപ്പെടുത്തുന്ന വെളിച്ചമാണ്. വെളിച്ചത്തിന്റെ ഗുണം ഉണ്ടായിരിക്കുക. യഹോവയുടെ നാളിൽ ഇരുട്ട് അന്ധകാരം കൂടുമ്പോൾ വെളിച്ചമുള്ളവരായിട്ട് തീരുവാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളുള്ളവരും അല്ല. വ്യത്യാസം പറയാൻ രണ്ടു കൂട്ടം ആളുകളുണ്ട്. ഒന്ന് രാത്രിക്കും ഇരുട്ടിനുള്ളവര് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ഉള്ളിൽ, അവരുടെ പ്രവൃത്തികളെല്ലാം ഇരുട്ട് നിറഞ്ഞതാണ്. മാത്രമല്ല അവർ ജീവിക്കുന്ന രാത്രിയിലാണ്. അവർക്കൊരിക്കലും ഒരു പകലിന്റെ അനുഭവം കാണുവാൻ കഴിയുന്നതല്ല. ആത്മീയമായിട്ട് പകല് കാണാൻ കഴിയുന്നതല്ല, ആത്മീയമായ വെളിച്ചം കാണുവാൻ കഴിയുന്നതല്ല. എന്നാൽ ദൈവമക്കൾ അവര് വെളിച്ചത്തിന്റെ മക്കളാണ്. കാരണം അവരുടെ ഉള്ളിൽ വെളിച്ചമായ കർത്താവ് വസിക്കുകയാണ്. അവർ ലോകത്തിന്റെ വെളിച്ചമായിട്ട് മാറുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലിരിക്കണം. ചുറ്റുപാടുള്ളവര് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നമ്മളിലൂടെ കാണണം. മാത്രമല്ല, നാം പകലിനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇരുട്ടിലേക്ക് നാം പോകത്തില്ല, രാത്രിയിലേക്ക് പോകത്തില്ല. നിത്യമായ പകല്, ആ വെളിച്ചം ഒരിക്കലും അവസാനിക്കത്തില്ല. ആ സൂര്യൻ ഒരിക്കലും അസ്തമിക്കത്തില്ല. അങ്ങനെയുള്ള ആ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ, ആ വെളിച്ചത്തിന്റെ അവസ്ഥയിൽ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. നാം വെളിച്ചമുള്ളവരായിരിക്കണം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. നമ്മുടെ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ഇടയാകണം. അതെ, നമുക്ക് ആ ഇരുട്ടിന്റെ ന്യായവിധിയുടെ ആ ന്യായവിധിയുടെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദിയുള്ളവരായിട്ട്, വെളിച്ചമുള്ളവരായി, ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് വെളിച്ചത്തിനായി ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ
ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം